ക്ഷേത്ര സമാനമായ സ്മാരകം പണിതുയർത്തിയ ആ സ്ഥലം ഇന്ന് ലക്ഷക്കണക്കിന് വിദേശീയരുടെ, ലക്ഷക്കണക്കിന് സ്വദേശീയരും വിദേശീയരുമായ ആളുകളുടെ, തീർത്ഥാടകരുടെ ഏറ്റവും മനോഹരമായ ഒരു സങ്കേതമായി മാറി. ആ യൂറോപ്പിലെ ഭൗതിക ജീവിതം എൻ്റെ ദേഹത്തെ മുഴുവൻ, മനസ്സിലും ശരീരത്തിലുമൊക്കെ ചെളി പിടിപ്പിച്ചു. ആ ചെളി കഴുകിക്കളയാൻ നമ്മുടെ മണൽത്തരിക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ മണൽത്തരിയിൽ കന്യാകുമാരി നമുക്കെന്താ സങ്കല്പം? 3 സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനമാണ്. അവിടെയാണ് ആ ശ്രീപാദപ്പാറയിൽ ദേവി ഇന്ന് ഒറ്റക്കാലിൽ കയ്യിൽ വരണമാല്യവുമായി, ഒരിക്കലും പാടാത്ത വരണമാല്യവുമായി തപം ചെയ്യുന്നു എന്ന് 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്തൊന്ന് കുളിച്ചാൽ മാത്രമേ തീർത്ഥാടക പുണ്യം പൂർത്തിയാകൂ എന്ന് ആ ഹിന്ദുത്വ ദർശനത്തിൻ്റെ എല്ലാ ആത്മീയ മൂല്യങ്ങളും അടങ്ങിയ പാറയുടെ ഉറവിടത്തെ തച്ചു തകർക്കാൻ വൈദേശിക മിഷണറിമാരുടെ സഹായത്തോടുകൂടി അവിടെ ഒരു കൂട്ടം ആളുകൾ, ബംഗാളിയായിട്ടുള്ള ഒരു മതഭ്രാന്തന് സ്മാരകം നിർമ്മിക്കാൻ ഞങ്ങൾ പണം കൊടുക്കില്ല എന്നാണ് EMSഉം അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതിബാസുവും പറഞ്ഞത്. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചു. ലോകത്തെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് ഭാരതം. ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണും പവിത്രമാണ് എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നു. തീർത്ഥഭൂമിയാണത്, പുണ്യസലിലങ്ങളാണ്. എവിടെയും കന്യാകുമാരി മുതൽ കാശ്മീരം വരെ പോയാൽ ഈ പവിത്രത നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. ആ സേതു ഹിമാചലം പടർന്നു കിടക്കുന്ന ഈ മണ്ണിനെക്കുറിച്ച് പലരും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു തീർത്ഥാടന സങ്കല്പങ്ങളിലേക്ക്, തീർത്ഥസ്ഥലങ്ങളിലേക്ക് ചെറിയൊരു യാത്ര പോകാം. എൻ്റെ പേര് KV രാജേന്ദ്രൻ. തപസ്യയുടെ തിരുവനന്തപുരം ജില്ലാ വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. നോക്കൂ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരതം എത്ര പവിത്രമാണ്. വിവേകാനന്ദ സ്വാമികൾ 6 മാസത്തെ യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് തിരിച്ച് മദിരാശി കടപ്പുറത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുട്ടികൾ, മദിരാശി പ്രസിഡൻസി കോളേജിലെ കുട്ടികൾ അവിടെ വന്നിരുന്നു. ഇവർ നോക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഒരു യൂറോപ്പിനായി ഒരുപക്ഷെ മടങ്ങി വരുന്ന സ്വാമിയെ കാണാൻ വേണ്ടി ആയിരിക്കാം ഈ കുട്ടികൾ കാത്തു നിന്നത്. പക്ഷേ ഇവർ നോക്കുമ്പോൾ അദ്ദേഹം വഞ്ചിയിൽ നിന്ന് ഇറങ്ങി നേരെ ആ മണ്ണിൽ കിടന്ന്, കടപ്പുറത്തെ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. മണ്ണ് മുഴുവൻ വാരി ദേഹത്തിടുകയാണ്, ആപ്ലാവനം ചെയ്യുകയാണ്, കുളിക്കുകയാണ് മണ്ണിൽ. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 6 മാസം കൊണ്ട് ആ യൂറോപ്പിലെ ഭൗതിക ജീവിതം എൻ്റെ ദേഹത്തെ മുഴുവൻ, മനസ്സിലും ശരീരത്തിലുമൊക്കെ ചെളി പിടിപ്പിച്ചു. അതുകൊണ്ട് ആ ചെളി തൂത്തെറിയാൻ, ആ ചെളി കഴുകിക്കളയാൻ നമ്മുടെ മണൽത്തരിക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ മണൽത്തരിയിൽ, ഈ ചുട്ടുപൊള്ളുന്ന കടൽ മണ്ണിൽ, കടൽ തീരത്തെ പൂഴിമണ്ണിൽ കുളിച്ചത് എന്ന് പറയുന്നു. ഹൃദയാകർഷകമായ വാക്കുകൾ ആ കുട്ടികളെ സ്വാധീനിച്ചു എന്നാണ്. നോക്കൂ, കന്യാകുമാരി നമുക്കെന്താ സങ്കല്പം? കന്യാകുമാരി 3 സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനമാണ്. അവിടെയാണ് ആ ശ്രീപാദപ്പാറയിൽ ദേവി ഇന്ന് ഒറ്റക്കാലിൽ കയ്യിൽ വരണമാല്യവുമായി, ഒരിക്കലും പാടാത്ത വരണമാല്യവുമായി തപം ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നത്. എങ്ങോട്ടാണ് ദേവി നോക്കി നിൽക്കുന്നത്? ദേവിയുടെ കണ്ണോട്ടം കൈലാസത്തിലേക്കാണ്. അവിടെ തപസ്സിരിക്കുന്ന ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാനാണ് ഈ വാടാത്ത വരണമാല്യവുമായി ദേവി കാത്തു നിൽക്കുന്നത്. എത്ര ആകർഷകമായ, എത്ര ഭംഗിയുള്ള ആ ഒരു സങ്കല്പം! കന്യാകുമാരിയിൽ നിന്ന് നേരെ കൈലാസത്തേക്ക് കണ്ണോട്ടം ഏറ്റുള്ള പ്രദേശം മുഴുവൻ ഹിമാലയം സമാരഭ്യ
യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് ആഗമശാസ്ത്രത്തിൽ കുറിച്ചു വച്ചിട്ടുള്ള ആ വരികളെ അന്വർത്ഥമാക്കുന്ന സാംസ്കാരിക ഏകതയുടെ പ്രതീകങ്ങളാണ് കന്യാകുമാരി. ആ കന്യാകുമാരിയുടെ സവിശേഷത എന്താ? ഞാൻ സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ പാദം പതിഞ്ഞു ആ ശ്രീപാദപ്പാറ. ആ ശ്രീപാദപ്പാറ അത്ര ഭാരതത്തിലെ മുഴുവൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പവിത്രമാണ്. അവിടെ തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ ഈ മണ്ണിൽ വന്ന് കുളിക്കണം. ഭാരതത്തിൽ എവിടെ പോയാലും ജ്യോതിർലിംഗങ്ങളോ ശക്തിപീഠങ്ങളോ എവിടെ പോയാലും ശരി, അവർക്ക് ആ അവസാനം ഇവിടെ എത്തണം. രാമേശ്വരവും കൊണ്ട് കന്യാകുമാരിയിൽ ഒന്ന് കുളിച്ചാൽ മാത്രമേ, ആ 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്തൊന്ന് കുളിച്ചാൽ മാത്രമേ തീർത്ഥാടക പുണ്യം പൂർത്തിയാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതത്തിലെ ആളുകൾ, ഭാരതീയർ. അതാണ് സങ്കല്പം. അവിടെയാണ് ഈ ഭാരതം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് മനം നൊന്ത് തൻ്റെ യാത്രയ്ക്കൊടുവിൽ നരേന്ദ്രൻ എന്ന ബാലൻ, വിവേകാനന്ദൻ എന്ന അദ്ഭുത മനുഷ്യൻ, സന്യാസശ്രേഷ്ഠൻ തപസ്സിരുന്നത് 3 രാത്രിയും പകലും അലറിപ്പായുന്ന കടൽ തിരമാലകളെ ചാട്ടുളിയുടെ വേഗത്തിൽ നീന്തി മുറിച്ചുകൊണ്ട് അദ്ദേഹം കരയിൽ നിന്ന് നീന്തി മറുകരയെത്തുന്ന ആ ശാന്തമായ വിവേകാനന്ദ പാറ, ശ്രീപാദപ്പാറ. അവിടെ 3 ദിനരാത്രങ്ങൾ. എന്താണ് എന്നെ പെറ്റുപോറ്റിയ ഈ നാടിനെ പറ്റിയിട്ടുള്ള അപജയത്തിന് കാരണമെന്ത്? ഈ അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ എന്നെല്ലാം ആലോചിച്ചിരുന്നു എന്നാണ്. 3-ാം ദിവസം അദ്ദേഹത്തിന് സവിശേഷമായ ഒരു സ്വപ്ന ദർശനമുണ്ടായിരുന്ന ഈ പെറ്റുപോറ്റിയ ഭൂമിയെ രക്ഷിക്കുവാനുള്ള മോചനത്തിൻ്റെ മന്ത്രം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഇരമ്പിയാർത്ത് എത്തിയെന്ന അദ്ദേഹം അവിടെ നിന്നാണ് ചിക്കാഗോ മതസമ്മേളനത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അതൊക്കെ ഒരു കഥയാണ്, സംഭവമാണ്, ചരിത്രമാണ്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം, അത് പിന്നെ ലോകത്തിൻ്റെ ചരിത്രം കുറിച്ച ഒന്നായിട്ട് മാറി. ആ ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ തപം ചെയ്ത ശ്രീപാദപ്പാറ, ദേവിയുടെ പാദം പതിഞ്ഞ പാറ, പിൽക്കാലത്ത് അത് കന്യാമേരി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കന്യാകുമാരി, കന്യാമേരി എന്നറിയപ്പെടാൻ തുടങ്ങി. അവിടെ ഒരു കുരിശ് വെച്ചിരുന്നു. ആ പാറയുടെ സ്വഭാവം, സവിശേഷത, ആ ഹിന്ദുത്വ ദർശനത്തിൻ്റെ എല്ലാ ആത്മീയ മൂല്യങ്ങളും അടങ്ങിയ പാറയുടെ ഉറവിടത്തെ തച്ചു തകർക്കാൻ വൈദേശിക മിഷണറിമാരുടെ സഹായത്തോടു കൂടി അവിടെ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചു. ഉണർന്നെണീറ്റ ദേശീയബോധം, അതെ, അന്നത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 2ാമത് പരമാധ്യക്ഷനായിരുന്ന പരംപൂജനീയ സർസംഘചാലക് മാധവ സദാശിവ ഗോൾവക്കർജിയുടെ നിർദ്ദേശാനുസരണം ഏകനാഥ് റാനഡെ, പത്രക്കാർ അദ്ദേഹത്തെ വിളിച്ച അയൺ മാൻ ഓഫ് RSS എന്നാണ്, RSSന് ഉരുക്കു മനുഷ്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വിവേകാനന്ദ ശില്പം, ആ വിവേകാനന്ദ പാറയിൽ, ശ്രീപാദപ്പാറയിൽ ഭവ്യമായ മനോഹരമായ ഒരു വിവേകാനന്ദ ശിലാസ്മാരകം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റുകളും സഹായിച്ചു. അന്ന് കൽക്കത്ത ജ്യോതി ബസുവാണ് മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. കേരളത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രി. പക്ഷേ ഈ 2 മുഖ്യമന്ത്രിമാരും പൈസ കൊടുത്തില്ല. ബംഗാളിയായിട്ടുള്ള ഒരു മതഭ്രാന്തന് സ്മാരകം നിർമ്മിക്കാൻ ഞങ്ങൾ പണം കൊടുക്കില്ല എന്നാണ് EMSഉം അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതിബാസുവും പറഞ്ഞത്. അതുകൊണ്ട് ആ 2 ഗവൺമെൻറ്റുകളും, കേരളത്തിൻ്റെയും ബംഗാളിൻ്റെയും ഗവൺമെൻറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും സഹായം ചെയ്തു. വളരെ വലിയ ആവേശത്തോടു കൂടി മന്നത്ത പത്മനാഭൻ പ്രസിഡൻ്റായിക്കൊണ്ട് ഒരു സ്വാഗത സംഘ കമ്മിറ്റി, നിർമ്മാണ കമ്മിറ്റി സമിതി നിലവിൽ വന്നു. 100 കണക്കിന് പ്രവർത്തകരുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമം, പ്രത്യേകിച്ചും കോഴിക്കോട് കടൽ തീരത്ത് നിന്ന് അവിടെ വന്ന ആ സ്വയംസേവകരായിട്ടുള്ള പ്രവർത്തകരുടെ ധീരമായ ഐതിഹാസികമായ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഇടപെടലായിരുന്നു ആ പാറപ്പുറത്തുണ്ടായിരുന്ന കുരിശ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ ഇന്ന് ഭവ്യമായ ക്ഷേത്ര സമാനമായ സ്മാരകം പണിതുയർത്താൻ ശ്രീപാദപ്പാറയുടെ ശിലാഹൃദയത്തിൽ ലോകം ആരാധിക്കുന്ന മനീഷിയുടെ ഒരു ശില്പഗോപുരം പടുത്തുയർത്താൻ സഹായിച്ചത് കോഴിക്കോട് നിന്ന് വന്ന സ്വയംസേവകരുടെ പ്രവർത്തനമായിരുന്നു.
അവർ രാത്രിയിൽ അവിടെ വള്ളത്തിൽ തുഴഞ്ഞു പോയി ആ കുരിശെടുത്ത് മാറ്റി തിരിച്ചു വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ, ക്രൈസ്തവ മത്സ്യത്തൊഴിലാളികൾ പാതിരിയുടെ നേതൃത്വത്തിൽ അവരെ ആക്രമിച്ചു. മരണത്തെ മുഖാമുഖം കണ്ടു. പോലീസ് വെടിവെപ്പുണ്ടായി. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെ കുരിശ് മാറ്റി. വീണ്ടും കുരിശ് വന്നു. വീണ്ടും ഇവർ ആ കുരിശിനെ രാത്രിയിൽ പോയി എടുത്തു മാറ്റി. അവസാനം കോടതി ഇടപെട്ട് തൽസ്ഥിതി നിലനിർത്താൻ പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലത്ത് ഭവ്യമായ ക്ഷേത്ര സമാനമായ സ്മാരകം പണിതുയർത്തിയ ആ സ്ഥലം ഇന്ന് ലക്ഷക്കണക്കിന് സ്വദേശീയരും വിദേശീയരുമായ ആളുകളുടെ, തീർത്ഥാടകരുടെ ഏറ്റവും മനോഹരമായ ഒരു സങ്കേതമായി മാറിയിരിക്കുന്നു. എന്താ അവിടെ 2003 ആഞ്ഞു വീശിയ ആ സുനാമി തിരമാലകൾ ഉയർന്നു പൊങ്ങിയപ്പോൾ ഏകദേശം 800 മീറ്റർ പൊക്കത്തിൽ ആ തിരമാലകൾ പൊങ്ങിയെന്നാണ് ഇല്ലേ? വിവേകാനന്ദ ശിലാസ്മാരകം മുഴുവൻ മുങ്ങിപ്പോയി. അപ്പോൾ അവിടെ എത്രത്തോളം, ഏകദേശം 1000-ന് പുറത്ത് യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചു. വിദേശീയ പത്രപ്രവർത്തകർ അവരുടെ ക്യാമറകൾ കരയിൽ നിന്നും കടലിലേക്ക് തിരിച്ചു വെച്ചു. അവിടെ എന്താ സംഭവിക്കുന്നത്? കൂറ്റൻ രാക്ഷസ തിരമാലകൾ ഒന്നടങ്ങുമ്പോൾ, അതടങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായും മൃതശരീരങ്ങളുടെ കൂമ്പാരം അവിടെ കാണാം അല്ലേ എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. ഒരു പോർല പോലും ഏൽക്കാതെ 864 യാത്രക്കാർ സുരക്ഷിതരായി തിരിച്ചു വരുന്ന ആ മനം കുളിർപ്പിക്കുന്ന, കാതുകളെ വിശ്വസിക്കാനാവാത്ത, കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച കാണുകയാണ്. കടലൊന്നടങ്ങിയപ്പോൾ, തിരകളൊന്ന് ശാന്തമായപ്പോൾ, രാക്ഷസ തിരമാലകളുടെ താണ്ഡവ നൃത്തം ഒന്ന് താനേ നിന്നപ്പോൾ ആ ഇളകിയാടുന്ന ബോട്ടിൽ യാത്രക്കാരെയും നിറച്ചുകൊണ്ട് തീരം തൊടുന്ന ആ അത്ഭുതമായ കാഴ്ച. എന്താ സംഭവിച്ചത്? ലോകം കാതുകൂർത്തി നിന്ന് കണ്ടു, കാതുകൂർത്തിരുന്ന് കേട്ടു. വിവേകാനന്ദ പറയും എന്താ സംഭവിക്കുന്നതെന്ന്. ഒന്നും സംഭവിച്ചില്ല. ഒരാൾക്ക് പോലും ജീവഹാനി പറ്റിയില്ല. ഒരാൾക്ക് പോലും മുറിവേറ്റില്ല. അതെ, ആ ശ്രീപാദപ്പാറയുടെ പുണ്യം, വിവേകാനന്ദ സ്വാമിയുടെ തപസ്സിൻ്റെ പുണ്യം. ആ കരയിൽ എത്രയോ വേളാങ്കണ്ണി പള്ളിയിലടക്കമുള്ള ആ തീരദേശത്ത് നിരവധി പള്ളികൾ തകർന്നടിഞ്ഞു അല്ലേ? ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഭവനം നഷ്ടപ്പെട്ടു. അവരുടെ വള്ളവും വഞ്ചിയും ഒക്കെ ഒഴുകിപ്പോയി. നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു. പക്ഷേ വിവേകാനന്ദ പാറയിൽ ഒരാൾ പോലും മരിച്ചില്ല. ഒരാളുടെയും കണ്ണുനീർ അവിടെ വീണില്ല. അതെ, വിവേകാനന്ദ സ്വാമിയുടെ തപസ്സിൻ്റെ ബാക്കിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. സ്വാഭാവികമായും അങ്ങനെയുള്ള ആ വിവേകാനന്ദ പാറയുടെ പുണ്യം നൂർന്നുകൊണ്ട് അവിടുത്തെ സൂര്യചന്ദ്രന്മാർ നമിക്കുന്ന ആ പാറപ്പുറത്ത് നിന്നുകൊണ്ട് ലോകജേതാവായ വിവേകാനന്ദനെ വണങ്ങി ആ കടൽ തിരമാലകളിൽ നിന്ന് അല്പം ഒരു കൈക്കുടന്ന ജലമെടുത്ത് മുഖം കഴുകിക്കൊണ്ട് കാൽപാദങ്ങളെ തിരയിൽ ഒന്ന് അലയിച്ചുകൊണ്ട് തീർത്ഥാടനം തുടങ്ങിയാലോ? ആ തീർത്ഥാടനമാണ് നമ്മുടെ പുണ്യം. നമുക്ക് ആരംഭിക്കാം.